ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3 ചൊവ്വാഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഊബർ ബാക്ക് ടാക്സിയുടെ 1 വീക്ക് ഏണിംഗ് ആണ് നമ്മൾ ചെയ്തത്. ഈ ആഴ്ച നമ്മൾ റാപ്പിഡോയിൽ 1 വീക്ക് ഓടാൻ പോവാം. ഇന്നലെ ഞാൻ പോയി വണ്ടിയൊക്കെ സർവീസ് ചെയ്തു. ഉച്ച കഴിഞ്ഞ് ഇന്നലെ ഓടിയത്. ഉച്ച കഴിഞ്ഞുള്ള ഇന്നലത്തെ ഓട്ടം മടുപ്പായിരുന്നു. അത് കാരണം ഇന്നലത്തെ വീഡിയോ ഞാൻ ചെയ്തില്ല. വീഡിയോ ചെയ്ത് പക്ഷെങ്കിൽ അത് അപ്ലോഡ് ചെയ്തില്ല. ഇന്നലെ റാപ്പിഡോ മാത്രമായിട്ട് ഓണാക്കിയിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിക്ക് ശേഷം ഓട്ടം തീരെ കുറവായിരുന്നു. പക്ഷെങ്കിൽ ഒരു 4:30 കഴിഞ്ഞപ്പോൾ മുതൽ ഇഷ്ടം പോലെ ഓട്ടം വരാൻ തുടങ്ങി. പക്ഷേ എനിക്ക് 4:30 ശേഷം ഓടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെയുള്ള ട്രിപ്പൊന്നും എടുത്തില്ല. അപ്പം ഇന്ന് ചൊവ്വാഴ്ച മോർണിംഗ് വീണ്ടും 9:30 ആയി. ഇന്ന് 9:30 മുതൽ 5:30 വരെ 8 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂ ഓടുക. റാപ്പിഡോയിൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എത്ര രൂപയ്ക്ക് ഓടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിൽ തണുപ്പ് കൂടി വരുന്നു. ഇപ്പം രാവിലെ നല്ല തണുപ്പുണ്ട്. ഇപ്പം ഡിസംബർ ആയില്ലേ, ഡിസംബർ 3 ആയില്ലേ. ഇനിയിപ്പോൾ ഒരു ഓർഡർ വന്നായിരുന്നു. ഡിസംബർ ഒരു 15 ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പ് വരും. റാപ്പിഡോയിൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തേക്കുക 3 ദിവസത്തേന് 28 രൂപ, 0 കമ്മീഷൻ റൈഡിന് വേണ്ടി. ഇൻസെൻറ്റീവ് കിട്ടത്തില്ല, പക്ഷെങ്കിൽ 0 കമ്മീഷൻ റൈഡ് കിട്ടും. ഇന്നലെ പോയി വണ്ടി സർവീസ് ചെയ്ത് എൻജിൻ ഓയിൽ മാറി, ബാക്കിലെ ബ്രേക്ക് ഷൂ മാറി. 850 രൂപയായി ടോട്ടൽ ഈ പ്രാവശ്യത്തെ വണ്ടി സർവീസിന്. ഞാൻ ഈ സ്ഥിരം ഓടുന്ന ബ്രേക്ക് ഷൂ പെട്ടെന്ന് തീരുന്നുണ്ട് വണ്ടിയുടെ. കഴിഞ്ഞ സർവീസിന് ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂ മാറിയായിരുന്നു. അന്നേ പറഞ്ഞായിരുന്നു ബാക്കിലെ ബ്രേക്ക് ഷൂ തീരാറായെന്ന്. പറഞ്ഞാൽ ഇട്ടേക്കാൻ പറഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം മാറിയത്. പ്രാവശ്യം ആയപ്പോൾ തന്നെ ഫുള്ള് തീർന്നു. ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചാണ് പിടിക്കുന്നത്. ഏത് മറ്റേ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചാൽ വണ്ടി പെട്ടെന്ന് അവിടെ നിൽക്കും. രാവിലെ എന്തോ വെച്ച് കിട്ടിക്കൊണ്ട് ബൈക്കിൽ പോയതിനെ പിടിച്ചു. പാവം പിടിച്ചമാർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് പിടിച്ച് നിർത്തി ഫൈൻ അടിച്ചു വിടുവേ. അതേസമയം ഇവിടെ പൈസക്കാരന്മാർ ബുള്ളറ്റിൽ സൈലൻസർ വെച്ച് പൊട്ടിച്ച് പോകുന്നതിന് ഒരു ഫൈനും ഇല്ല, ഒരു പ്രശ്നവുമില്ല. പിടിച്ചവർ ജീവിക്കാൻ എന്തെങ്കിലും സാധനം വെച്ച് കെട്ടിക്കൊണ്ട് പോയാൽ അപ്പം ഫൈൻ. അതാണ് ലോകം. സമയം 9:33 ആയപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടി. RK പുരത്തിൽ നിന്ന് മഹിപാൽപൂരിനാണ്. മഹിപാൽപൂർ ജാമായിരിക്കും, എന്നാലും പോവാ. ഇൻസെൻറ്റീവ് നമ്മൾ നോക്കുന്നില്ലല്ലോ. ചെറിയ ട്രിപ്പ് വണ്ടി ഇൻസെൻറ്റീവ് നോക്കുന്നില്ലല്ലോ. അപ്പോൾ ലോങ് ട്രിപ്പ് എടുത്ത് അങ്ങ് പോവാം. മഹിപാൽപൂരിൽ നിന്ന് വല്ല റിട്ടേൺ ട്രിപ്പ് ഇങ്ങോട്ടങ്ങനെ കിട്ടിയാൽ ബെറ്റർ ആവും. അവിടെ ചെന്ന് റാപ്പിഡോയിൽ ഓട്ടം വരുന്നെങ്കിൽ ഓലയും കൂടെ ഓണാക്കാം. ഓലയിൽ ഇപ്പം സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വന്നിട്ടുണ്ട്. 0 കമ്മീഷൻ റൈഡ് 3 ദിവസത്തിന് 28 രൂപ. ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെ നിന്നാണല്ലോ ഫസ്റ്റ് ട്രിപ്പ്. പിൻ നമ്പർ 222 4. 8 കിലോമീറ്റർ 25 മിനിറ്റ്. ഇങ്ങോട്ട് ഭയങ്കര ജാമാണല്ലോ. യൂട്ടേൺ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 61 രൂപ.
സീറോ കമ്മീഷൻ റൈഡാണെന്ന് പറഞ്ഞിട്ട് 10 രൂപ അതിനകത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് പോയി. 8 കിലോമീറ്ററിന് 61 രൂപ, 7.6 കിലോമീറ്റർ തന്നേക്കുന്നത്. പിന്നെ അതിനകത്ത് എന്തോ സീറോ കമ്മീഷൻ, നമുക്ക് തന്നെ പ്രയോജനം എന്ത് ഇതിനകത്ത്? ഈ ട്രാഫിക്കിനകത്ത് ഫസ്റ്റിലും സെക്കൻഡിലോട്ട് ഓടിച്ചിട്ട് 7 രൂപ വെച്ച് എന്നാ പ്രയോജനം? അത് ലോങ് പിക്കപ്പും തന്ന് പൊടി ക്ലീൻ ചെയ്യുവാണോ അതോ പൊടി ഇളക്കി വിടുവാണോ? വെറുതെ അടങ്ങി കിടക്കുന്ന പൊടിയെ ഇളക്കി വിടുക ഇവിടുന്ന്. അങ്ങനെ ഞാൻ 9:30 ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് മഹിപാൽപൂർ പോയതാണ്. മഹിപാൽപൂർ പോയിട്ട് അവിടുന്ന് ട്രിപ്പൊന്നും വരുന്നില്ല. പിന്നെ അവസാനം കാലിയടിച്ച് വസന്തകുഞ്ച് വഴി മുനീർക്കലെത്തി. പിന്നെ ഇപ്പം നെക്സ്റ്റ് റാപ്പിഡോയിൽ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. റാപ്പിഡോയിൽ ഓട്ടോ ഒന്നും വരാത്തതിന് ഞാൻ ഓലായും സബ്സ്ക്രിപ്ഷൻ ചെയ്ത് 15 രൂപയ്ക്ക് 3 ദിവസം സീറോ കമ്മീഷൻ റൈഡ് ഓലായിൽ എന്തായാലും ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ. അപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ തന്നെ നെക്സ്റ്റ് JNU ക്യാമ്പസിലേക്ക് ട്രിപ്പ് കിട്ടി, മുനീർക്ക മെട്രോയിൽ നിന്ന്. ഇതിനി എവിടെയാണോ ആവോ? ഇതിനി എവിടെയാണോ നിൽക്കുന്നത്? ऑटो का पीछे खड़ा हूँ मैंने. इधर उधर राइट साइड पे देखो. हाँ അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ JNUവിലെത്തി. 25 രൂപയാണ് ഈ ട്രിപ്പിന് കിട്ടിയത്. 2 മണിക്കൂർ കൊണ്ട് ഓടിയതാണ്. 100 രൂപ, 95 രൂപ. റാപ്പിഡോയിലെ ഓട്ടം വെറും നഷ്ടമാണ്. എല്ലാം കൂടെ ഓണാക്കും, ഊബറും കൂടെ ഓണാക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെ പോയാൽ. റാപ്പിഡോയിൽ തന്നെ ഓടിയിട്ട് കാര്യമില്ല. 35 രൂപ വന്നു ഈ ലാസ്റ്റ് ട്രിപ്പിന്. നമുക്ക് ഒരു 24 രൂപയുടെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഓലായിൽ. ഇൻസെൻറ്റീവ് ഉണ്ട് 150 രൂപ. അപ്പം ചെറിയ ട്രിപ്പ് എടുത്ത് ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റുമോ നോക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. ഇപ്പം 2 മണിക്കൂർ കൊണ്ട് 95 രൂപയായിട്ടേ ഓടിയിട്ടുള്ളൂ. ഓല ക്യാബ് വസന്ത് വിഹാർ മെട്രോയിലേക്കാണ് ഈ ട്രിപ്പ്. Amount 23. Okay, thank you. അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു. 23 രൂപ ഓലയിൽ. 9 മിനിറ്റ്. ഓലയിൽ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തൊരു ട്രിപ്പ് കിട്ടി ഓലയിൽ തന്നെ. ഒരു പാഴ്സൽ, ഒരു പാക്കറ്റ് കവർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ വിളിച്ചു. 7 കിലോമീറ്ററിന് 90 രൂപ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നോക്കാം. റാപ്പിഡോയിലെ ഓട്ടം വിട്ടിട്ട് ഓലയിലോട്ട് മാറാം.
കാരണം ഒലയിൽ ഇൻസെൻറ്റീവ് കൊണ്ട് 0 കമ്മീഷൻ റൈഡും കാണിക്കുന്നുണ്ട്. ഒലയിലെ ചില റൈഡൊക്കെ നമുക്ക് റേറ്റ് വളരെ കുറവായിരിക്കും, അത് നോക്കിയെടുക്കാം. റേറ്റ് കൂടുതൽ കാണിക്കുന്ന ട്രിപ്പ് മാത്രം എടുക്കാം. മുനീർക്ക ഗുരുദ്വാര എന്നാണ് അടുത്ത ട്രിപ്പ്. ലോറിയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വീശി എടുത്ത് വരുമ്പോൾ ഒറ്റയിടി ഇടിക്കും. ആണോ ये दोनों में कॉल कर लेना, पेमेंट यही कर देंगे. ओके ओके ओके. നെക്സ്റ്റ് പാഴ്സലിൻ്റെ ട്രിപ്പ് കിട്ടി. അയ്യോ ഇതെങ്ങോട്ടും അഡ്രസ്സ് നോക്കിയില്ല. 17 മിനിറ്റ് 6.9 കിലോമീറ്റർ. അങ്ങനെ ഞാനിപ്പം വസന്തകുഞ്ചിലെത്തി. ഞാൻ ഇവിടുന്ന് ഒരു ട്രിപ്പ് എടുത്ത് നേരെ ഗ്രേറ്റർ കൈലാഷിൽ പോയി. അവിടുന്ന് ട്രിപ്പൊന്നും കിട്ടാതെ കുറച്ച് നേരം നോക്കി നിന്നപ്പം ആ കസ്റ്റമർ തന്നെ വന്നിട്ട് തിരിച്ചിവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ 200 രൂപ ട്രിപ്പ് 1 മണിക്കൂർ കൊണ്ട് ചെയ്തു. ഇപ്പോൾ തിരിച്ച് വസന്തകുഞ്ചിലെത്തി. ഇപ്പം ഇവിടുന്ന് റാപ്പിഡോയിൽ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് RK പുരത്തിന്. ഇവിടെ ഇതിനകത്താണ് ലൊക്കേഷൻ. റാപ്പിഡോ (0152). ഓക്കെ 0152 റൈറ്റ്. അങ്ങനെ ഇപ്പോൾ സമയം 3:30 ഇതുവരെ നമ്മൾ 6 മണിക്കൂർ കൊണ്ട് 688 രൂപയാണ് ഓടിയത്. ഓലയിലെ 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് 50 രൂപ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ. അങ്ങനെ ഇപ്പം മുനീർക്ക മെട്രോ ഗേറ്റ് നമ്പർ 3 നിന്ന് വസന്ത് വിഹാറിന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. അത് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ. ഇന്ന് ഞാൻ റാപ്പിഡോ മാത്രം ഓടണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെങ്കിൽ ഓല ഊബറും എല്ലാം ലോഗിൻ ചെയ്തു. എല്ലാത്തിലും കൂടെ നമ്മളിന്ന് 688 രൂപയ്ക്ക് ഇത്ര നേരം ഓടിയത്. 3-നും കൂടെ. വസന്തകുഞ്ച് അയ്യോ ഓലയിലെ ട്രിപ്പ് വന്നായിരുന്നു, നിർത്താൻ മതിയായിരുന്നു. लोकेशन सही डाला ना आपने? एड्रेस सही पड़ा है. ओके ओके ठीक है. ओके ओके थैंक यू. അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞ് RK പുരം ഡൽഹി ടു RK പുരം ട്രിപ്പ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെങ്കിൽ ലാസ്റ്റ് ട്രിപ്പിന് 5 കിലോമീറ്ററിന് 53 രൂപയാണ് കിട്ടിയത്. സരോജിനി നഗർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ. സമയം 5:20. ഇന്നത്തെ ട്രിപ്പ് നിർത്താൻ സമയമായി. അപ്പോൾ നമ്മളിന്ന് എത്ര രൂപയ്ക്ക് ഓടിയെന്ന് നോക്കിയിട്ട് ഇന്നത്തെ ട്രിപ്പ് ക്ലോസ് ചെയ്യാം. റാപ്പിഡോയിൽ 176 രൂപയ്ക്കാണ് ഓടിയത്. ഊബറിൽ 222 രൂപ. ഓലയിൽ 330 രൂപ നമ്മൾ ട്രിപ്പിൻ്റെ ഓടി, പ്ലസ് 110 രൂപ ഓലയുടെ ഇൻസെൻറ്റീവ് കിട്ടി, പ്ലസ് 100 രൂപ
നമ്മുടെ ഓഫ്ലൈൻ ട്രിപ്പ്. അങ്ങനെ മൊത്തം 938 രൂപയ്ക്കാണ് നമ്മളിന്ന് ഓടിയത്. വണ്ടി ഇന്ന് ഓടിയത് 114 കിലോമീറ്റർ ഓടി വണ്ടി. 114 × 2 228. 938 മൈനസ് 228. അങ്ങനെ 8 മണിക്കൂർ കൊണ്ട് നമുക്കിന്ന് 710 രൂപയാണ് മിച്ചം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.